ഫ്രണ്ട്സ്, കല്യാണ ബിരിയാണിയുടെ അതേ സ്വാദിൽ നമുക്കൊരു ബിരിയാണി വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 100% ആയും നല്ല സ്വാദിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ഗ്യാസിലും വിറകടുപ്പിലും കുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 1.5 കിലോ മട്ടൺ ബിരിയാണി വയ്ക്കുവാനായി ആവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ ഉള്ളി, 4 തക്കാളി, 1/2 മുതൽ 3/4 കപ്പ് വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 20 പച്ചമുളക്. ഓരോരുത്തരുടെയും എരിവനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പച്ചമുളക് നമുക്ക് കൂടുതലായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിനി ഉള്ളി അരിഞ്ഞ് തുടങ്ങാം. ഉള്ളി അരിഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉള്ളി നമ്മളിങ്ങനെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നീളത്തിൽ വളരെ തിന്നായിട്ട് വേണം നമ്മൾ ഉള്ളി അരിഞ്ഞെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഉള്ളി നല്ല രീതിയിൽ വഴന്ന് കിട്ടുകയുള്ളൂ. ഇതാ ഈ കാണുന്ന ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഉള്ളി അരിഞ്ഞെടുക്കുവാനായിട്ട്. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. തക്കാളിയും നമ്മൾ ഉള്ളി അരിഞ്ഞതുപോലെ തന്നെ വളരെ തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അങ്ങനെ നമ്മൾ അരിയുമ്പോൾ നമ്മുടെ മട്ടൻ മസാലയിലേക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നല്ല രീതിയിൽ വഴന്ന് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ആയി കിട്ടും. നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പരന്ന പാത്രം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിനായി എടുക്കാം. പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, 3 ഉള്ളി ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മുഴുവൻ ഉള്ളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച 4 തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നീളത്തിലരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് മട്ടൺ കൂടി വേവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. അവസാനം മസാല ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഉപ്പൂടെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, നമ്മളിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. 1.5 കിലോ മട്ടൺ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഈ മട്ടൺ നമ്മൾ ഉള്ളി തക്കാളി അരിഞ്ഞു വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കിലോ മട്ടണും നമ്മൾ മസാലയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ആ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ സ്വാദ് മട്ടണിൽ നന്നായി ചേർന്ന് വരുന്ന രീതിയിൽ നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു കുക്കർ എടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ 1.5 കിലോ മട്ടണും മസാലയ്ക്കും വേണ്ടി 5 ലിറ്ററിൻ്റെ കുക്കർ ആവശ്യമായി വരും. നമ്മൾ കുക്കർ അടച്ച് വെച്ച ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പിലേക്ക് വയ്ക്കാം. മട്ടൻ്റെ മൂപ്പനുസരിച്ച് വിസിലിൽ വ്യത്യാസം വരാം. നമ്മളിതാ വിറകടുപ്പ് കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞല്ലോ വിറകടുപ്പിലും നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഞാനിതാ അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, പിന്നെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. പിന്നെ നമ്മളിതിലേക്ക് പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടാവട്ടെ. നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന 3 ഉള്ളി അരിഞ്ഞതാണ്. നമ്മൾ ആദ്യത്തെ മസാല
കട്ട് ചെയ്യുന്ന സമയത്തെ 3 ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ആ 3 ഉള്ളിയാണ് നമ്മൾ ഇതിലേക്ക് നന്നായി തിന്നായി അരിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഉള്ളി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അടുപ്പിലേക്ക് വച്ചിരിക്കുന്നത്. നമ്മുടെ മസാല നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്താണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ 3 ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉള്ളി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് നന്നായി നമുക്ക് ഉള്ളി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ് ഉള്ളി മുങ്ങുന്ന രീതിയിൽ നമുക്കിതിലേക്ക് എണ്ണ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണ കുറഞ്ഞു പോകാൻ പാടില്ല. നമുക്കിതിൽ ബാക്കി വരുന്ന എണ്ണ റൈസ് വേവിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. അത് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എണ്ണ അത്യാവശ്യം ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 3 തരം എണ്ണകൾ ചേർത്ത് വേണം നമ്മൾ ഉള്ളി വറുത്തെടുക്കാനായിട്ട്. ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സ്റ്റേജിൽ നമ്മൾ ഇളക്കുന്നത് നിർത്താനേ പാടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ? ഒത്തിരി കരിയാനായി വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഇത് കോരി മാറ്റേണ്ടതാണ്. മുഴുവൻ ഉള്ളിയും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. എണ്ണ വാർത്ത ശേഷം ഇത് ഉരുളിയിൽ നിന്ന് കോരി മാറ്റാം. മുഴുവനായി കോരി മാറ്റിയ ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഉള്ളി മുഴുവനായി കോരി മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ നിന്ന് 7 വിസിൽ വന്നിട്ടുണ്ട്. എൻ്റെ മട്ടൺ മീഡിയം വേവായതുകൊണ്ട് 7 വിസിലാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി അരി വേവിക്കുന്നതിനായി ഒരു ചുവടുകട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. നമ്മൾ ഉള്ളി വറുത്ത എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കിലോ അരിയാണ്, കൈമ റൈസാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഞാനിത് 2 ട്രിപ്പായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. 1 കിലോ ഒരു തവണയും 1 കിലോ പിന്നീട് ഒരു തവണയും. ഞാനത് നിങ്ങൾക്ക് ഒറ്റത്തവണ മാത്രമേ കാണിക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് ഏലക്ക, ഗ്രാമ്പു, പഴനയില, പട്ട, അല്പം ജീരകം എന്നിവയാണ്. ഇത് നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഗരം മസാലകൾ നന്നായി മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. ചൂടുവെള്ളം വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളമായാലും കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നതാണ് എൻ്റെ അരിയുടെ കണക്ക്. ചിലപ്പോൾ അത് ചില അരികൾക്ക് വ്യത്യാസപ്പെടാം. നമ്മളിതിലേക്ക് വെള്ളം ചേർത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് അടച്ചു വെച്ച് നന്നായി തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. അരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അരി നേരത്തെ കഴുകി വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളച്ച ശേഷം മാത്രമേ അരി കഴുകേണ്ട ആവശ്യമുള്ളൂ. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ അരിയാണ് വേവിക്കുന്നത്. ഇതേ സ്റ്റെപ്പ് തന്നെ ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒത്തിരി വലുപ്പമുള്ള പാത്രമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒത്തിരി അധികം അരി വേവിക്കുമ്പോൾ അരി വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 ട്രിപ്പായി കൂടെ വേവിച്ചെടുക്കുന്നത്. നമ്മൾ അരി ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്താൽ അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി മൂടി വയ്ക്കുക. ഒരു 2-3 തവണ മാക്സിമം നമ്മളിത്
ഇളക്കി കൊടുത്താൽ മതിയാവും. അരി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ആയാലും അടുപ്പായാലും ഫ്ലെയിം സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ റൈസ് ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മുടെ കുക്കറിലെ എയറൊക്കെ പോയി മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയാക്കിയെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയ അതേ ഉരുളി തന്നെ അടുപ്പിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് കുക്കറിലുള്ള മസാല നമുക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ മട്ടൺ വേവിക്കാൻ വേണ്ടി ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. മട്ടണിൽ നിന്നും ഉള്ളിയിൽ നിന്നൊക്കെ എത്ര വെള്ളമാണ് വന്നത് നോക്കൂ. നമുക്കത് അല്പമൊന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഒത്തിരി നന്നായി ഡ്രൈ ആവേണ്ട, അല്പമൊന്ന് കുറുകിയാൽ മതിയാവും. മസാല നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയാണ്. അതൊന്ന് കൈകൊണ്ട് നന്നായി ക്രഷ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവനായി ചേർത്ത് കൊടുക്കുക. ഒരല്പം മാറ്റി വയ്ക്കാം. അത് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. വറുത്ത ഉള്ളി മസാലയായി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം കണ്ടോ, നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ നിറച്ച് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് സാജീരകം. 1 ടീസ്പൂണോളം തന്നെ സാജീരകം പൊടിച്ചത്. സാജീരകം ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയും സാജീരകവും ഒക്കെ ചേർന്ന് നമ്മുടെ മസാലയ്ക്ക് ഇപ്പോൾ നല്ല മണമാണുള്ളത്. നമ്മുടെ മസാലയിലേക്ക് ഇനി നമ്മൾ ചേർക്കേണ്ടത് പൊടിക്കാത്ത ഗരം മസാല കൂട്ടുകളാണ്. അതിനായി ഏലക്ക, പട്ട, ഗ്രാമ്പൂ, വഴനയില എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പൊടിക്കാത്ത ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല ഒരു മണം നമ്മുടെ മസാലയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടോ, നമ്മുടെ മസാല ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിയില, പുതിനയില എന്നിവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലോണം തന്നെ മല്ലിയിലയും പുതിനയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർത്ത ശേഷം നന്നായി നമുക്കത് യോജിപ്പിക്കുക. നമ്മുടെ മസാലയിലേക്ക് ആവശ്യമായ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി അടുപ്പിലേക്ക് ചുവട് കട്ടിയുള്ള ഒരു വലിയ പാത്രം നമുക്ക് വയ്ക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ മസാലയും ചോറും കൂടെ ദമ്മിട്ടെടുക്കുന്നത്. അതിനായി പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. പശു നെയ്യ് എല്ലായിടത്തും ആക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല മുഴുവനായി ഈ പാത്രത്തിലേക്ക് നമുക്ക് നിരത്തി വയ്ക്കാം. ഇതുപോലെ മസാല എല്ലായിടത്തേക്കും നമുക്ക് ആക്കി കൊടുക്കാം. നമ്മുടെ കുറുകിയ മസാലയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ചോറ് കട്ടകളില്ലാതെ വേണം നമ്മളിതിലേക്ക് പരത്തി വേണം ചേർത്ത് കൊടുക്കാൻ. എല്ലായിടത്തേക്കും ചോറ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഇതുപോലെ നമ്മുടെ മുഴുവൻ ചോറും നമ്മുടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി അല്പം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന വറുത്ത ഉള്ളിയും ഇതിന് മുകളിലായി ഇടുക. പിന്നെ ചേർക്കേണ്ടത് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പശുവിൻ നെയ്യിൽ വറുത്തെടുത്തതാണ്. അതും ഇതിന് മുകളിലായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മളൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഒപ്പം നല്ല സ്വാദുമാണ്.
ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. പാത്രത്തിന് അടിയിൽ തീ കത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ കത്തിച്ചിട്ടുള്ള കനൽ ഈ പാത്രത്തിന് മുകളിലായി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ പാത്രത്തിൻ്റെ അരിക് മൈദമാവ് വെച്ച് നമുക്ക് അടച്ച് ദമ്മാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് മൂടി വെച്ച് അതിന് മുകളിലേക്ക് കനൽ ചേർത്ത് വേവിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്കൊരു 20 മിനിറ്റോളം മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി കണ്ടോ, നല്ല മണമാണ് നമ്മുടെ ബിരിയാണിക്ക് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.